എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2024 വർഷത്തെ പുതുവർഷ ഫലത്തിൽ നമ്മൾ ഇന്ന് മീനക്കൂറുകാരുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മീനക്കൂറിൽപ്പെട്ട എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ്. അതായത് പൂരുരുട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂർ. മീനക്കൂർ എന്ന് പറയുമ്പോൾ അത് വ്യാഴക്ഷേത്രത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. സാക്ഷാൽ ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ. 2024 വർഷം ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണോ ഗുണാധിക്യമുള്ള ഫലമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ശനി 12-ാം ഭാവത്തിലും വ്യാഴം 2-ാം ഭാവത്തിലും രാഹു ലഗ്നത്തിലും കേതു 7-ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മീനക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഗ്രഹനില അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയും. അതായത് ഗോചരവശാൽ വ്യാഴം 2-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലുമാണ്. ശനിയുടെ 12-ാം ഭാവം എന്ന് പറയുമ്പോൾ 7 കണ്ട ശനിയുടെ തുടക്ക കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ശനി 11-ാം ഭാവത്തിൽ നിന്നിരുന്ന കാലഘട്ടത്തിൻ്റെ അത്ര ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് പറയാം. കാരണം 7 കണ്ട ശനി കാലം എന്ന് പറയുന്നത് അത്ര ശുഭകരമായ ഒരു കാലഘട്ടമല്ല. എങ്കിലും ജന്മശനി കാലഘട്ടത്തിൻ്റെ അത്രയും കഠിനമായ ഫലങ്ങളോ അത്രത്തോളം കഷ്ടനഷ്ടങ്ങളോ രോഗദുരിതങ്ങളോ ഒന്നും ശനിയുടെ 12-ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. എങ്കിലും ചിലർക്കൊക്കെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ കഠിനമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുവരുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. എന്നിരുന്നാൽ പോലും വ്യാഴത്തിൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥിതി മീനക്കൂറുകാർക്ക് വളരെ ഗുണദായകവും ഐശ്വര്യപ്രദവുമാണ് എന്നുള്ളതാണ് ഒരു സത്യം. വ്യാഴത്തിൻ്റെ 2-ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് തന്നെ ശനിദോഷങ്ങൾ ഒരു പരിധി വരെയൊക്കെ പരിഹരിച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2024 വർഷം ഗുണാധിക്യമുള്ള ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ്. അപ്പോൾ മീനക്കൂറുകാർക്ക് 2024 വർഷം ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഗുണാധിക്യമുള്ള ഒരു വർഷമാണെന്ന് പറയാം. മെയ് വരെ ഗുണാധിക്യം കൂടിയിരിക്കും, ഗുണഫലങ്ങൾ ഏറിയിരിക്കും മെയ് വരെ എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനും ഉന്നതമായ റിസൾട്ടുകൾ നേടുന്നതിനും വിദേശ പഠനത്തിനുമൊക്കെ സഹായകമാകുന്ന ഒരു കാലഘട്ടമാണ്. ഒപ്പം കഠിനമായ പ്രയത്നം കൂടി വേണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. നമ്മൾ കഠിനമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഫലത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതെ കൊണ്ട് പരീക്ഷയുടെ അന്ന് രാവിലെ പോയി ക്ഷേത്രത്തിലോ ചർച്ചിലോ മോസ്കിലോ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല. നന്നായി അധ്വാനിച്ച് നന്നായി പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതാൻ പോകുമ്പോൾ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഒപ്പം ഈശ്വരാനുഗ്രഹവും വേണം. അതുകൊണ്ട് നമ്മൾ നന്നായി പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഉന്നത മാർക്ക് വാങ്ങുന്നതിനും ഉയർന്ന പഠനത്തിനും വിദേശങ്ങളിൽ ഒക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതും ആയിരിക്കും. ഒപ്പം യോഗഫലങ്ങൾ കൂടി നോക്കുക. ഗ്രഹനിലയിൽ അതിനുള്ള യോഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിദേശ പഠനത്തിനും വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അഡ്വൈസ് ഒക്കെ കാത്തിരിക്കുന്നവർക്ക് മെയ് മാസത്തിന് മുമ്പ് അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ തയ്യാറായിട്ടിരിക്കുന്നവർ വളരെ കഠിനമായി ശ്രമിച്ചാൽ അപ്പം ദൈവാധീനവും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായും പരീക്ഷകളിൽ വിജയിക്കുന്നതും ജോലി ലഭിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ മാത്രമല്ല അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലായാലും
ഇനി അതല്ല മറ്റ് വിദേശ ജോലിയാണെങ്കിലോ സ്വകാര്യ മേഖലയിലാണെങ്കിലോ ഒക്കെ ജോലി ലഭിക്കാൻ അനുകൂലമായൊരു സാഹചര്യമാണ് എന്ന് പറയാം. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷനുകളും അനുകൂലമായ ട്രാൻസ്ഫറുകളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. എങ്കിലും 7.5 കണ്ട ശനിയുടെ ഒരു തുടക്ക കാലഘട്ടമായതുകൊണ്ട് തന്നെ ശനിപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകേണ്ടത് അനിവാര്യമാണെന്ന കാര്യം ഓർക്കുക. കർഷകർ, കരാറുകാർ, കലാകാരന്മാർ, അതുപോലെ ബിസിനസ്സുകാർ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, നാനാവിധ തുറകളിൽപ്പെട്ട വിവിധ തരം വർക്കുകളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും മെയ് വരെ ഉള്ള കാലഘട്ടം വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വ്യാഴം 3-ാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു എന്നുള്ളതാണ്. 2-ാം ഭാവത്തിലെ അത്ര ഗുണകരമല്ല 3-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്നുള്ളൊരു വസ്തുതയാണ്. എന്നിരുന്നാലും മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴക്ഷേത്രത്തിൽപ്പെട്ട നക്ഷത്രങ്ങളായതുകൊണ്ട് തന്നെ ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും 2-ാം ഭാവത്തിലെ അത്ര ഗുണങ്ങൾ ചെയ്യുന്നതല്ല 3-ാം ഭാവത്തിലെ വ്യാഴം. 12-ലെ ശനിയും 3-ലെ വ്യാഴം കൂടിയാകുമ്പോൾ ആ കാലഘട്ടത്തിൽ രോഗദുരിതങ്ങളും മാനസിക ക്ലേശങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെ വന്നു ചേരാൻ വളരെയേറെ സാധ്യതകളുണ്ട്. ആ സമയം അതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്നത് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മുൻപോട്ടുള്ള പ്രയാണത്തിന് വളരെയേറെ ഗുണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി അതൊക്കെ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. വീട് പണി ഒക്കെ തുടങ്ങാൻ പറ്റിയൊരു കാലഘട്ടമാണ്. തുടങ്ങിയവർക്ക് മെയ്ക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കാനും കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ വിവാഹാദി കർമ്മങ്ങൾ, കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദീർഘനാളായി നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന മെയ്ക്ക് മുമ്പ് തന്നെ നടക്കുവാനുള്ള ഭാഗ്യം ഈ പറയുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതാണ്. ഒപ്പം അതിനുവേണ്ട പ്രാർത്ഥനകളും കഠിനമായ പരിശ്രമങ്ങളും ആവശ്യമാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ്. കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ ഒപ്പം ദൈവാധീനവും ഉണ്ടെങ്കിൽ ഈ വർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വർഷമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതിനുവേണ്ടി രാഹുകേതുക്കളുടെ മാറ്റം ഒരു പരിധിവരെ അനുകൂലമാണെങ്കിലും രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക, ശനീശ്വര പൂജ നടത്തുക, അല്ലെങ്കിൽ ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ലുക, അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം വഴിപാടായി നടത്തുക ശനിയാഴ്ച തോറും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും നടത്തുക. ശബരിമല പോകാൻ കഴിയുന്നവർ അവിടെ പോയി ദർശനം നടത്തുകയും അയ്യപ്പന് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ശനിദോഷം ഒരു പരിധിവരെയൊക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ, അതായത് വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം പോലെയുള്ള വഴിപാടുകളുമൊക്കെ നടത്തി മുമ്പോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായും 2024 വർഷത്തിൽ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഓരോ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസ പ്രമാണങ്ങളുണ്ടാകും, ഓരോ ആരാധനാമൂർത്തികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്യുന്നവർ അത് തുടർന്നുകൊണ്ടിരിക്കുക. ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ അതൊക്കെ ഒരു പരിധിവരെ കാരണമായി തീരുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ 2024 വർഷം മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഗുണാധിക്യമുള്ള ഒരു വർഷമായിരിക്കുമെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. അപ്പോൾ എല്ലാ മീനക്കൂറുകാർക്കും
ഏറ്റവും അനുകൂലമായൊരു വർഷമായി തീരട്ടെ വരുന്ന 2024 വർഷം എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വിഷയവുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.